തലക്കെട്ട്. പൂരാവേശത്തിൽ തൃശൂര് കൊട്ടിക്കയറി മഠത്തിൽ വരവ് പഞ്ചവാദ്യം. ഇലഞ്ഞിത്തറമേളം അല്പസമയത്തിനകം, കുടമാറ്റം 15 മിനിറ്റ് മാത്രം. സംസ്ഥാനത്ത് വീണ്ടും പാമ്പ് കടിയേറ്റ് മരണം. കണ്ണൂർ തളിപ്പറമ്പ് മുതുകുട സ്വദേശി നബീസ ചികിത്സയിലിരിക്കെ മരിച്ചു. ഒരാഴ്ചക്കിടെ പാമ്പ് കടിയേറ്റുള്ള 4ാമത്തെ മരണം. കൊല്ലത്തും എറണാകുളം ചെറായിലും ഒരാൾക്ക് വീതം പാമ്പ് കടിയേറ്റു. കൊടും ചൂടിന് ശമനമില്ല. അൾട്രാ വയലറ്റ് ഇൻഡെക്സ് സൂചിക അപകടകരമാംവിധം തുടരുന്നു. പാലക്കാടും വയനാടും കൊല്ലത്തും സൂര്യാഘാതം. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കൊട്ടാരക്കര, കോന്നി, ചങ്ങനാശ്ശേരി, മൂന്നാർ എന്നിവിടങ്ങളിൽ അത്യുഷ്ണ മുന്നറിയിപ്പ്. നാളെ മുതൽ വേനൽ മഴയ്ക്ക് സാധ്യത. രാജ്യത്ത് വൈദ്യുതി ഉപഭോഗം റെക്കോർഡിൽ. ആവശ്യകത 252 ജിഗാവാട്ട്. കുതിച്ചുയർന്ന സംസ്ഥാനത്തും വൈദ്യുതി ഉപഭോഗം. ഇന്നലത്തെ ഉപയോഗം 115 ദശലക്ഷം യൂണിറ്റ്. അണക്കെട്ടുകളിൽ അവശേഷിക്കുന്നത് 30% വെള്ളം മാത്രം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് ബ്ലാത്താങ്കര സ്വദേശിനി അൽമയ. ഭർത്താവും PSC പരീക്ഷാ പരിശീലകനുമായ വിഷ്ണു അറസ്റ്റിൽ. പ്രശസ്ത ഫോട്ടോ ജേർണലിസ്റ്റ് രഘു റായ്ക്ക് വിട. അന്ത്യം. 83-ാം വയസ്സിൽ ഡൽഹിയിൽ. വിട വാങ്ങിയത് ഭോപ്പാൽ വാതക ദുരന്തത്തിന്റെ ഭീകരത ലോകത്തിന് മുന്നിലെത്തിച്ച പ്രതിഭ. ഡൽഹിയിൽ സ്വിസ് എയർ വിമാനത്തിന്റെ എഞ്ചിന് തീപിടിച്ച് 6 പേർക്ക് പരിക്ക്. അപകടം. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് തൊട്ടു മുൻപ്. യാത്രക്കാർ സുരക്ഷിതർ. ട്രംപിന്റെ പരിപാടിയിൽ വെടിയുതിർത്തത് അധ്യാപകൻ. 31-കാരനായ കോൾ തോമസ് അലൻ പിടിയിൽ. കാരണം വ്യക്തമല്ല. വെടിവെപ്പുണ്ടായത് മാധ്യമപ്രവർത്തകർക്ക് വിരുന്ന് നൽകുന്നതിനിടെ. അക്രമിയുടെ ദൃശ്യങ്ങൾ പങ്കുവച്ച് ട്രംപ്. ട്രംപിനെ ലക്ഷ്യമിട്ട വെടിവെപ്പ് നടക്കുന്നത് 16 മാസത്തിനിടെ 3ാം തവണ. പശ്ചിമേഷ്യയിൽ ചർച്ചയ്ക്കുള്ള വഴി അടയുന്നു. ഹോർമുസിലെ ഉപരോധം അവസാനിപ്പിച്ചാൽ ചർച്ച മതിയെന്ന് ഇറാൻ. ഭീഷണിക്കും സമ്മർദ്ദത്തിനും വഴങ്ങില്ലെന്ന് പ്രഖ്യാപനം. ഇറാനിൽ അധികാരത്തിന് വേണ്ടിയുള്ള തമ്മിലടിയെന്ന് ട്രംപ്. യുദ്ധം അമേരിക്കയും ഇസ്രായേലും വരുത്തിവെച്ചതെന്ന് ജർമ്മനി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.